നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിലെ സ്വർണ്ണ കവർച്ച അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കളെത്തിയ കാറുകളുടെ നമ്പറുകൾ വ്യാജമെന്ന് കണ്ടെത്തി. സംഘം തട്ടിയെടുത്ത സ്വർണ്ണ വ്യാപാരിയുടെ കാർ പുത്തൂരിന് സമീപം വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ. ദേശീയപാതയിലെ കുതിരാന് സമീപം സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നത് കഴിഞ്ഞ ദിവസം. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതികൾ പിടിയിൽ. പോക്സോ കേസിൽ പോലീസ് SI അറസ്റ്റിൽ. തൃശൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായത് ഗ്രേഡ് SI ചന്ദ്രശേഖരൻ. 14-കാരനു നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മദ്രസ മുൻ അധ്യാപകന് 35 വർഷം കഠിന തടവും 5.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചേലക്കരയിൽ ലൈംഗികാതിക്രമം സംബന്ധിച്ച വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് പിടിയിൽ. പട്ടാമ്പിയിൽ MDMA-യുമായി ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. 6 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പിലാവ് അറക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 15 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് ചാലിശ്ശേരി സ്വദേശി അജിതന്റെ മകൻ അതുൽ കൃഷ്ണ. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ മിനി ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതര പരിക്ക്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് വിശ്വാസയോഗ്യമായിരിക്കണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ആദ്യ റിപ്പോർട്ട് പുറത്തുവരണം. പൂരം വിഷയത്തിൽ യൂത്ത് ലീഗ് നടത്തിയ തൃശൂർ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടി ആരോപിച്ച് പാലക്കാട്ട് FSETO ധർണ. പശുവിന് നൽകുന്ന പരിഗണന പോലും കേന്ദ്ര സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് ഇടത് സർവീസ് സംഘടനാ നേതാക്കൾ. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ്. കേരളത്തിൽ പെൻഷൻ മാത്രമല്ല കുടിവെള്ളം പോലും മുടങ്ങുന്ന സ്ഥിതിയെന്ന് പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം. വാഹന പാർക്കിംഗിന് സൌകര്യമില്ലാത്തത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തുന്നവരെ വലയ്ക്കുന്നു. ഏക്കർ കണക്കിന് വരുന്ന ആശുപത്രി വളപ്പിൽ പാർക്കിംഗിന് മാത്രം ഇടമില്ല. വാഹനങ്ങൾ നിർത്തിയിടുന്നത് ആശുപത്രിക്ക് മുന്നിലെ ഇടുങ്ങിയ സംസ്ഥാന പാതയോരത്തും TV റോഡിലും. നഗരസഭ ഇടപെട്ട് ആശുപത്രിക്ക് അധികം അകലെയല്ലാതെ പേ പാർക്കിംഗ് സൌകര്യമെങ്കിലും ഒരുക്കണമെന്ന ആവശ്യം ശക്തം. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ദീപ്തമായ തുടക്കം. കലയും സാഹിത്യവും ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമെന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാര. ജീവിതചക്രത്തിൽ ഏറ്റവുമധികം ഓർക്കപ്പെടുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമെന്നും പെരുവനം. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്രയടി വിസ്തൃതിയുള്ള കെട്ടിടം നിർമ്മിച്ചത് VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ. ഇലക്ട്രിക്കൽ വർക്കുകൾ കൂടി പൂർത്തിയാക്കി ഉടൻ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. ആരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസിന് സൌകര്യമൊരുക്കാൻ പരിശ്രമം ആരംഭിച്ചതായും ചെയർമാൻ. വാർത്തകൾ വിശദമായി. തൃശൂരിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കളെത്തിയ കാറുകളുടെ നമ്പറുകൾ വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. സംഘം തട്ടിയെടുത്ത സ്വർണ്ണ വ്യാപാരിയുടെ കാർ പുത്തൂരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ കുതിരാനു സമീപം സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച 2.5 കിലോ സ്വർണമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രധാന പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതിയായ സാദിഖ് ഉൾപ്പെടെ 3 കണ്ണൂർ സ്വദേശികളും എറണാകുളം സ്വദേശിയായ ഒരാളുമാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 9 ആയി. പിടിയിലായ 9 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് തൃശൂരിലേക്ക് വിളിച്ചുവരുത്തി രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. കണ്ണൂർ അഴീക്കലിലെ ഐസ്ക്രീം വ്യാപാരിയായ സാദിഖിൽ നിന്ന് തട്ടിയെടുത്ത 65 ലക്ഷം രൂപ തിരിച്ചുപിടിക്കാനായി കൊട്ടേഷൻ സംഘത്തെ ഉൾപ്പെടുത്തിയായിരുന്നു അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. മായനൂർ പാലം പരിസരത്തു നിന്നാണ് 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിലായത്. മലപ്പുറം കുഴക്കാട്ടിരി രാമപുരം പനങ്ങാങ്ങര പൂളക്കൽ വീട്ടിൽ 31 വയസ്സുള്ള ഷബാബിനെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് ട്രെയിനിറങ്ങിയ യുവാവ് റോഡ് മാർഗം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അറസ്റ്റിലായത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ പരിശോധന കർശനമാക്കിയ സാഹചര്യത്തിൽ വടക്കൻ ജില്ലകളിലേക്കുള്ള ലഹരിക്കടത്തുകാർ ഒറ്റപ്പാലത്ത് ട്രെയിനിറങ്ങി
റോഡ് മാർഗം കഞ്ചാവ് കടത്തുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതോടെ ഒറ്റപ്പാലത്തും പോലീസിന്റെയും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും പരിശോധന കർശനമാക്കി. ഒറ്റപ്പാലം SI M സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം പോലീസും എക്സൈസും വ്യത്യസ്ത സംഘങ്ങളായി നടത്തിയ പരിശോധനയിൽ 11 കിലോ കഞ്ചാവുമായി 4 മലപ്പുറം സ്വദേശികൾ പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാരക മയക്കുമരുന്നായ MDMA-യുമായി ഒരാൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. 6 ഗ്രാം MDMA-യുമായി ഓങ്ങല്ലൂർ പാറമേൽ മൻസൂറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് SI മണികണ്ഠൻ പറഞ്ഞു. മാരക മയക്കുമരുന്നായ MDMA-യുമായി ഓങ്ങല്ലൂർ പാറമേൽ വീട്ടിൽ 21 വയസ്സുള്ള മൻസൂറിനെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 6 ഗ്രാം MDMA-യാണ് പിടിച്ചെടുത്തത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ചാണ് പ്രതിയെ പിടികൂടാനായത്. പട്ടാമ്പി പോലീസ് SI മണികണ്ഠൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് SI മണികണ്ഠൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പോക്സോ കേസിൽ SI അറസ്റ്റിൽ. തൃശൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് നടപടി. ഗ്രേഡ് SI 50 വയസ്സുള്ള ചന്ദ്രശേഖരനാണ് അറസ്റ്റിലായത്. 2 വർഷം മുമ്പ് ചാപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപത്ത് കാറിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് വിദ്യാർത്ഥി കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് SI ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്തത്. 2022 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി ഇപ്പോൾ +1 വിദ്യാർത്ഥിനിയാണ്. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ പോലീസിനെ അറിയിച്ചതിന് പിന്നാലെ തൃശൂർ റൂറൽ വനിതാ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചന്ദ്രശേഖരനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. പോക്സോ നിയമപ്രകാരമാണ് SIക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 14 വയസ്സുകാരന് നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മദ്രസ മുൻ അധ്യാപകന് 35 വർഷം കഠിന തടവും 5.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കോഴിക്കോട് പന്നിയങ്കര ചക്കുംകടവ് സ്വദേശി 26 വയസ്സുള്ള മുഹമ്മദ് നജ്മുദ്ദീനെയാണ് ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. 2023 മാർച്ച് 19-നും ഏപ്രിൽ 16-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിലാണ് പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. പ്രഥമ വിസ്താരത്തിന് ശേഷം കൂറുമാറി പ്രതിഭാഗത്തിന് അനുകൂലമായി കുട്ടിയും വീട്ടുകാരും മൊഴി മാറ്റി പറഞ്ഞെങ്കിലും കോടതി തെളിവ് വിലയിരുത്തി കുറ്റം ചെയ്തിരിക്കുന്നുവെന്നു കണ്ട് പ്രതിയെ ശിക്ഷിക്കുകയായിരുന്നു. നേരത്തെ മതാധ്യാപകനായിരുന്ന പ്രതി ആ ബന്ധത്തിന്റെ പേരിൽ ഇടയ്ക്കിടെ കുട്ടി താമസിച്ച് മതപഠനം നടത്തുന്ന സ്ഥലത്തെത്തി പ്രകൃതിവിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO പ്രസീത ഹാജരാക്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SI ബിബിൻ P നായരാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യം അന്വേഷിച്ചത്. തുടർന്ന് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 16 സാക്ഷികളെ വിസ്തരിക്കുകയും 36 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കരയിൽ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കണ്ടക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതി ഒളിവിൽ. പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ചേലക്കര തൃശൂർ റൂട്ടിലോടുന്ന തായമ്മ ബസ്സിലാണ് വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമമുണ്ടായത്. തിരുവല്ലോമല സ്വദേശിയായ ബസ് കണ്ടക്ടർ സജിത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കി ചേലക്കര പോലീസ്. പെരുമ്പിലാവ് അറക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 15 വയസ്സുകാരന് ദാരുണാന്ത്യം. ചാലിശ്ശേരി ആലിക്കൽ വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ മകൻ 15 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു. പെരുമ്പിലാവ് അറക്കൽ പള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച അതുൽ കൃഷ്ണ. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജിയുടെ മകൻ 18 വയസ്സുള്ള ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 7:15-നായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ വരികയായിരുന്ന ബുള്ളറ്റുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും യാത്രാമധ്യേ അതുൽ കൃഷ്ണയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ
പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അപകടത്തിൽ ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി വെട്ടിക്കാട്ടരിയിൽ മിനി ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ബസ്സിലുണ്ടായിരുന്ന 5 കുട്ടികളെയും പിക്കപ്പ് ലോറി ഡ്രൈവറെയും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടിക്കാട്ടരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടം നടന്നത്. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് അപകടം. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നടന്ന പ്രസവാനന്തര ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂർ പാറപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി ബസും തൃശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് വന്നിരുന്ന പിക്കപ്പ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന 5 കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു വീണു. ഈ കുട്ടികളെ ആദ്യം ചെറുതുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലേക്കും കൊണ്ടുപോയി. ഗുരുതരമായി പരിക്കേറ്റ ലോറി ഡ്രൈവറെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറിയുടെ മുൻഭാഗം പൊളിച്ചാണ് പുറത്തേക്കെടുത്തത്. ലോറി ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ അഗ്നിരക്ഷാ സേനയും സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാഞ്ഞാൾ പൈങ്കുളത്ത് നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് അപകടം. ഷൊർണൂരിൽ നിന്നും കിള്ളിമംഗലത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് മറിഞ്ഞത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായിരിക്കണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന വിലയിരുത്തലായിരിക്കാം തുടരന്വേഷണത്തിലേക്ക് നയിച്ചത്. ആദ്യ റിപ്പോർട്ട് പുറത്തുവരണമെന്നും VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് തള്ളി എന്നുള്ള ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്. തള്ളിയതാണോ അതല്ല ആ റിപ്പോർട്ട് പൂർണ്ണമായ കാര്യങ്ങൾ പരിശോധിക്കാത്തത് കൊണ്ട് കൂടുതൽ വിവരങ്ങൾ വേണമെന്ന് കരുതിയതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ തള്ളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി തള്ളിയതാണോ അതല്ല ഇനി കൂടുതൽ വിവരങ്ങളാണോ എന്ന് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം വരട്ടെ. ഏതാണെങ്കിലും ഒരു പുതിയ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്ന് സർക്കാരിന് മനസ്സിലായ സാഹചര്യത്തിൽ എത്രയും വേഗം ഒട്ടും താമസിക്കാതെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള പൂരം കലക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തികൾ ആരാണെങ്കിലും അത് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഒക്കെ ഇടപെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പുറത്തു വരത്തക്ക വിധത്തിലുള്ള വിശദമായ അന്വേഷണം താമസം വിന എന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പം തന്നെ 5 മാസം നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇനി 7 മാസം കഴിഞ്ഞ് തൃശ്ശൂർ പൂരം വരാൻ പോവാണ്. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തേടി അന്വേഷണം പുറത്തുവിടണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ADGPയുടെക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പലതും നടക്കുന്നുണ്ടല്ലോ, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കട്ടെ. അപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ തൃശ്ശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായ പ്രകടനമാണ് ഞാൻ ഇതുവരെ നടത്തി പോന്നിട്ടുള്ളത്. തൃശൂർ പൂരം വിഷയത്തിൽ യൂത്ത് ലീഗ് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. മുഖ്യമന്ത്രിയും RSSും പോലീസ് മേധാവിയും തമ്മിൽ മാഫിയ കൂട്ടുകെട്ടാണെന്നാരോപിച്ചായിരുന്നു യൂത്ത് ലീഗ് മാർച്ച്. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് സമീപം ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AM നൌഫൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം നിർത്തിവച്ചതിനു പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി. മുഖ്യമന്ത്രിക്കും മോട്ടോർ വാഹന വകുപ്പിനും അഭിഭാഷകനായ K സന്തോഷ് കുമാറാണ് പരാതി നൽകിയത്. ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. പൂരം നിർത്തിവച്ചതിനു പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ തിരുവമ്പാടിയിലേക്ക് എത്തിയതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം നിലനിൽക്കെയാണ് ഇത്തരമൊരു പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നത്. പശുവിന് നൽകുന്ന പരിഗണന പോലും കേന്ദ്ര സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PP സന്തോഷ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ FSCTU പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PP സന്തോഷ്. ദുരന്തമുഖങ്ങളിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്നും PP സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെ അണിനിരക്കുന്നതിനു പകരം ഉദ്യോഗസ്ഥ സമൂഹത്തിലെ ചിലർ സങ്കുചിത മനോഭാവത്തിലേക്ക് മാറിയത് അംഗീകരിക്കാനാവില്ല. കണക്കുകളിൽ സ്വാഭാവികമായി വരുന്ന പിഴവുകൾ പർവ്വതീകരിച്ച്
സംസ്ഥാന സർക്കാർ വിരുദ്ധ മനോഭാവം വളർത്താനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നതെന്നും PP സന്തോഷ് പറഞ്ഞു. ഫലമെന്നോണമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ BJPയുടെ എല്ലാ മോഹങ്ങളും തട്ടിമാറ്റിക്കൊണ്ട് ഇന്ത്യൻ ജനത വിധി എഴുതിയത്. ഈ രാജ്യം ഭരിക്കേണ്ടത് ആഗോളവൽക്കരണ നയങ്ങളെ ശക്തമായി നടപ്പിലാക്കുന്ന, വർഗീയ നയങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്ന BJP അല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. 400-ലധികം സീറ്റ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നത്. പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഭരണാധികാരം കൈയാളുന്ന മുന്നണിയെ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് 1990-കൾക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് വളർന്നു വന്ന ട്രേഡ് യൂണിയൻ സമരങ്ങളുടെ ഫലമാണ്. അത് വളരെ KSTA ജില്ലാ സെക്രട്ടറിയും FSTO ജില്ലാ പ്രസിഡന്റുമായ MR മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. FSTO ജില്ലാ സെക്രട്ടറി K മഹേഷ്, സൈദലവി, VK രാജു, PC ശ്രീനി, നൌഷാദ് അലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പഞ്ചായത്തിലെ കൊട്ടക്കുന്ന് ക്വാറിക്ക് സമീപത്തെ മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. മാലിന്യം തള്ളുന്നവരെ പിടികൂടാനുള്ള പോലീസ് നടപടി ഊർജിതമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. പ്രദേശത്ത് മാലിന്യം തള്ളി 3 മാസം പിന്നിട്ടിട്ടും മാലിന്യം നീക്കം ചെയ്തതിനോ വ്യാപകമായി മാലിന്യം തള്ളിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ലെന്നും മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മങ്കര പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും പ്രവർത്തകർ പറയുന്നു. പ്രദേശത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ട്രഷറർ VM അൻവർ സാദിഖ് അറിയിച്ചു. ഇനിയും ഇതിന് ഒരു അറുതിയില്ലെങ്കിൽ, ജനങ്ങളെ അവഹേളിക്കാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഇതിനെതിരെ നിയമ നടപടികളുമായി, അതുപോലെ ഉന്നത അധികാരികളുമായി ഇതുമായി ബന്ധപ്പെടും, പരാതികൾ കൊടുക്കും. ഇത് ഇവിടെ നിന്ന് മാറ്റുന്നത് വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമര രംഗത്തുണ്ടാവും. ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളത്തിൽ പെൻഷൻ മാത്രമല്ല കുടിവെള്ളം പോലും മുടങ്ങുന്ന സ്ഥിതിയാണെന്ന് വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. DCC സെക്രട്ടറി KC പ്രീത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റിയിൽ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റവും നടക്കുന്നില്ലെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. വാട്ടർ അതോറിറ്റിയിൽ ഉൾപ്പെടെ PSC വഴിയുള്ള നിയമനങ്ങൾ നടത്താതെ ഇഷ്ടക്കാരെ തിരികെ കയറ്റലാണ് നടക്കുന്നത്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കലാണ് സർക്കാരിൻ്റെ മുഖമുദ്രയെന്നും സമ്മേളനം ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് M മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അരുൺ, V അബ്ദുൾ റഷീദ്, K ഉണ്ണികൃഷ്ണൻ, മമ്മു, VV ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യാൻ ഇടമില്ലാതെ നെട്ടോട്ടമോടുന്നു. സ്വകാര്യ വാഹനങ്ങളിൽ രോഗികളുമായി എത്തുന്നവരും സ്വന്തം വാഹനത്തിലെത്തുന്ന കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരുമാണ് ദുരിതം പേറുന്നത്. ഏക്കർ കണക്കിന് വരുന്ന ആശുപത്രി വളപ്പിൽ മുഴുവനും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ബഹുനില കെട്ടിടങ്ങളാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിലും അടിസ്ഥാന ആവശ്യമായ പാർക്കിങ്ങിന് മാത്രം ഇടമില്ല. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും വാഹനങ്ങൾ നിർത്തിയിടാൻ പോലും ഇവിടെ സൗകര്യമില്ല. ആശുപത്രിക്ക് മുന്നിൽ ഇടുങ്ങിയ സംസ്ഥാന പാതയോരത്തും TB റോഡിലുമാണ് കുറേ വാഹനങ്ങളെങ്കിലും നിർത്തിയിടുന്നത്. സംസ്ഥാന പാതയോരത്ത് നോ പാർക്കിംഗ് ബോർഡുകൾ നിരത്തിവെച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രിയിലെത്തുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ അധികൃതർ മൗനം തുടരുകയാണ്. ആശുപത്രി പരിസരത്തെ കടകൾക്ക് മുന്നിൽ സംസ്ഥാന പാതയോരത്ത് വാഹനം നിർത്തിയിടാൻ സ്ഥാപന ഉടമകളും സമ്മതിക്കുന്നില്ല. ഇത് പലപ്പോഴും തർക്കങ്ങൾക്കും കാരണമാകുന്നു. പരിസരത്തൊന്നും സ്വകാര്യ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇല്ലാത്തതും ദുരിതം ഇരട്ടിയാക്കുന്നുണ്ട്. നഗരസഭ ഇടപെട്ട് ആശുപത്രിക്ക് അധികം ദൂരെയല്ലാതെ പേ പാർക്കിംഗ് സൗകര്യമെങ്കിലും ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വർണ്ണാഭമായ തുടക്കം. പത്മശ്രീ പെരുവനം കുട്ടൻ ഭദ്രദീപം കൊളുത്തി മേള ഉദ്ഘാടനം ചെയ്തു. കലയും സാഹിത്യവും സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണെന്ന് പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് സാഹിത്യവും കലയും.
വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കുട്ടികളുടെ സന്തോഷത്തിനാണ് മാതാപിതാക്കളും അധ്യാപകരും പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. സന്തോഷവും സുഖവും ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാകൂ. വിദ്യയിലൂടെ വിജ്ഞാനവും വിനോദത്തിലൂടെ വിദ്യാഭ്യാസവും നേടുക എന്നതാണ് ആപ്തവാക്യം. ജീവിതചക്രത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നതെന്നും പെരുവനം കുട്ടന്മാരാർ പറഞ്ഞു. ഇവിടെ നടക്കുന്നത് സാഹിത്യ ഫെസ്റ്റിവലാണ്. ഞാൻ സാഹിത്യകാരനല്ല, കലാകാരനാണ്. പക്ഷേ കലയും സാഹിത്യവും സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, പരസ്പര പൂരകങ്ങളാണ്. നമ്മൾ കലാകാരനായാലും സാഹിത്യകാരനായാലും സമൂഹത്തിൻ്റെ ഭാഗമാണ്. സാഹിത്യമായാലും കലയായാലും സമൂഹം നന്മയ്ക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ചടങ്ങിന് ഇവിടെ വരാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമായി കരുതുന്നു. യൂണിവേഴ്സിറ്റി ചെയർപേഴ്സൺ നിത ഫാത്തിമ അധ്യക്ഷയായിരുന്നു. PC വിഷ്ണുനാഥ് MLA, സാഹിത്യകാരന്മാരായ സുധാ മേനോൻ, GR ഇന്ദുഗോപൻ, മുൻ MLA VT ബൽറാം, രാഹുൽ ഈശ്വർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്രയടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വാർഡുകൾ, ഡോക്ടർമാർക്കുള്ള മുറികൾ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതിയുള്ളതിനാൽ കിടത്തി ചികിത്സയുൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. പഴയ കെട്ടിടത്തിൽ 2 ഭാഗങ്ങളിലായാണ് കിടത്തി ചികിത്സാ വിഭാഗവും ഡോക്ടർമാരുടെ പരിശോധനാ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത്. ഇത് പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ഗവൺമെൻറ് ആശുപത്രിയിലെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഇനി അതിനകത്തുള്ളത് പമ്പിങ്ങും ഇലക്ട്രിഫിക്കേഷനുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാക്ഷന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. കിട്ടിയാൽ ഉടനെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ഇപ്പോഴുള്ള വരുന്നതോടുകൂടി നമുക്കൊരു നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു നല്ല ഹോളായിട്ട് തന്നെയാണ് കെട്ടിടമുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാം യോഗം ചേർന്നുകൊണ്ട് അതുപോലെ MP-യുടെ കൂടി അഭിപ്രായങ്ങളെ മുഖവിലക്കെടുത്ത് ഏത് ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് ചെയ്യാമെന്നാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം 6 മാസത്തിനകം തന്നെ പൂർത്തീകരിക്കാനായെന്ന് നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കുന്നതിന് ദർഗാസ് നടപടികളും ആരംഭിച്ചു. നിലവിൽ പ്രതിദിനം 300-ലധികം രോഗികളാണ് ആശുപത്രിയിൽ എത്താറുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചുമാറ്റാത്ത കെട്ടിടങ്ങൾ പാലക്കാട് നഗരസഭ സ്വന്തം ചെലവിൽ പൊളിച്ചുമാറ്റി. മഞ്ഞക്കാട് പള്ളി ഭാഗത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നഗരസഭ പൊളിച്ചു നീക്കിയത്. പൊതുസ്ഥലം കയ്യേറി ഗതാഗതത്തിന് തടസ്സമാകുന്ന വിധം നിർമ്മിച്ച കെട്ടിടങ്ങളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റിയത്. പൊതുസ്ഥലം കയ്യേറി മുറികൾ കെട്ടി വാടകയ്ക്ക് നൽകുന്ന സംഭവത്തിലാണ് നഗരസഭയുടെ നടപടി. നഗരപാലിക നിയമം മറികടന്ന് നിരവധി കെട്ടിടങ്ങളാണ് നഗരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നിയമങ്ങളെ വളച്ചൊടിച്ചും ദുരുപയോഗം ചെയ്തും ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ അനധികൃത നിർമ്മാണത്തിന് അനുമതി നേടുന്നവരും ഏറെയാണ്. ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ നടപടിക്കാണ് നഗരസഭ ഒരുങ്ങുന്നത്. ഇതിന്റെ തുടക്കമെന്ന നിലയിലാണ് നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചുമാറ്റാത്ത കെട്ടിടങ്ങൾ നഗരസഭ സ്വന്തം ചെലവിൽ പൊളിച്ചുമാറ്റിയത്. മഞ്ഞക്കുളം പള്ളി ഭാഗത്തെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൊളിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസിന് സൗകര്യമൊരുക്കാനുള്ള തീരുമാനവുമായി നഗരസഭ. കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നതുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ആരോഗ്യമന്ത്രിയെ അറിയിക്കുമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും ജീവനക്കാരുടെ കുറവ് മൂലം
ഒരു ഷിഫ്റ്റ് മാത്രമായാണ് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. 1.5 കോടി രൂപ ചെലവിൽ 2021 നവംബർ 11 ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. 8ഓളം പേർക്ക് ഇവിടെ ഡയാലിസിസ് നടത്തിവരുന്നുണ്ട്. ആഴ്ചയിൽ 8 പേർക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തു വരുന്നത്. 4 മെഷീനുകൾ ഇവിടെയുണ്ട്. 2 സ്റ്റാഫ് നഴ്സുമാരും 1 ലാബ് ടെക്നീഷ്യനും 1 ക്ലീനിംഗ് സ്റ്റാഫും ഉൾപ്പെടെ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും അനുകൂല മറുപടി കിട്ടിയാൽ അനുയോജ്യമായ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിച്ച് കുറേ രോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിയാവുന്ന നിലയിൽ അത് ഉപയുക്തമാക്കണം എന്ന് തന്നെയാണ് നഗരസഭയുടെ ഒരു കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ വർഷം നമ്മൾ നടത്തുന്നുണ്ട്. മിക്കവാറും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ ആരോഗ്യ വിഭാഗത്തോട് ആരോഗ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യമന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സർക്കാരിൻ്റെ ഒരു നോംസ് അനുസരിച്ച് മാത്രമല്ലേ ഫണ്ടുകളൊക്കെ ലഭ്യമാകും. ഇതൊരു പ്രയാസമുണ്ട്. പക്ഷെ ആ പ്രയാസം ഉണ്ടെങ്കിലും ഇതിന് ഒരു മുന്തിയ പരിഗണന നമ്മൾ കൊടുത്തുകൊണ്ട് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി ആരംഭിക്കും. അതിനുവേണ്ടി ശ്രമിക്കും. ഡയാലിസിസിന് ആളുകളും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ജീവനക്കാരുടെ കുറവ് കാരണം ഒരു ഷിഫ്റ്റ് നിർത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. നിലവിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഡയാലിസിസ് നടക്കുന്നത്. ഒരു ഷിഫ്റ്റ് കൂടി തുടങ്ങുകയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാക്കാൻ കഴിയുമെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണം തുടരുന്നു. പട്ടാമ്പി തൃത്താല മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും വിപുലമായ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പട്ടാമ്പി തൃത്താല മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളുടെ സഹകരണത്തോടെയാണ് ശുചീകരണം നടക്കുന്നതെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് EK ബാബു പറഞ്ഞു. ഭാരതത്തിലുടനീളം സ്വച്ഛതാ ഹി സേവ എന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമായിട്ട് വിവിധ സംസ്ഥാനങ്ങളോട് ചേർന്നുകൊണ്ട് നടത്തുന്ന ശുചിത്വ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മൾ സെപ്റ്റംബർ 17 ആരംഭിച്ച ശുചിത്വ യജ്ഞം ഒക്ടോബർ 2 വരെ നീളുന്നതാണ്. ഈ 15 ദിവസങ്ങളിൽ വിവിധ സ്കൂളുകളിലെ, വിവിധ കോളേജുകളിലെ, വിവിധ സംഘടനകളിലെ വളണ്ടിയേഴ്സ് ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിക്കുന്ന യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവൃത്തികൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം വരെ നീണ്ടു നിൽക്കും. ഈ മാസം 17 ശുചീകരണം ആരംഭിച്ചത്. സ്റ്റേഷൻ മാസ്റ്റർമാരായ NV ദീപ്തിമോൾ, നീനു ജോസ്, മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കോർഡിനേറ്റർ T മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രവാസികളുടെ പുനരധിവാസത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. അനങ്ങനടി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഗ്ലോബൽ KMCC അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി സംഭാവന ചെയ്ത ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങിൽ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൊസൈറ്റി ചെയർമാൻ K അബ്ദുൽ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ KMCC അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ MP അബ്ദുൾ റസാഖ് മൗലവി ആമുഖ പ്രഭാഷണം നടത്തി. സൊസൈറ്റി അംഗത്വ വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ OK മൊയ്തുവിന് മെമ്പർഷിപ്പ് നൽകി ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മൗലവി നിർവഹിച്ചു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോതക്കുർസിയിലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മ സമാഹരിച്ച ചാരിറ്റി ഫണ്ട് P അബ്ദുൾ റഹ്മാൻ ഏറ്റുവാങ്ങി. സൊസൈറ്റി കൺവീനർ P ഉണ്ണീൻകുട്ടി മാസ്റ്റർ സ്വാഗതവും ട്രഷറർ KK സിദ്ദിഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൂർക്ക കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് തൃശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമം. വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വരവൂർ കൂർക്ക വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കയറ്റി അയക്കുന്നുണ്ട്. മണ്ണിന്റെ സവിശേഷതയും ജൈവ കൃഷിരീതിയുമാണ് വരവൂർ ഗോൾഡിനെ പ്രിയങ്കരമാക്കുന്നത്. വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീയിലെ 5 അംഗങ്ങളടങ്ങുന്ന 27 JLG ഗ്രൂപ്പുകളാണ് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലായി 66 ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്യുന്നത്. കൃഷിക്ക് പ്രോത്സാഹനമായി ഏരിയ ഇൻസെന്റീവും കാർഷിക വായ്പകളും കുടുംബശ്രീ വഴി ലഭ്യമാക്കുന്നുണ്ട്. 4% മാത്രം പലിശയ്ക്കാണ് വായ്പ നൽകുന്നത്. ഒപ്പം പലിശയിൽ സബ്സിഡിയും നൽകുന്നു. ഗ്രാമപഞ്ചായത്ത്, കൃഷിവകുപ്പ്, കുടുംബശ്രീ, ജില്ലാ മിഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് കുടുംബശ്രീ കൃഷി ഇറക്കിയത്. വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ
നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ കൂർക്ക കൃഷി ചെയ്യുന്നത് ഞങ്ങളാണ്. 4 ഏക്കറോളം കൂർക്ക, ഒരു 7 ഏക്കറോളം നെല്ല് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. 2 മാസത്തോളം ഒരു 10-25 പണിക്കാർക്ക് സ്ഥിരമായിട്ട് പണി കൊടുക്കാറുണ്ട്. കൂർക്ക സമയത്തും നടേണ്ട സമയത്തും അവർക്കൊരു കാര്യം നമുക്കൊരു കാര്യം അതിനു വേണ്ടി ചെയ്തു വരികയാണ്. ഇടവിളയായി ചെയ്യുന്ന വിരിപ്പ് കൃഷിക്ക് പകരമായാണ് കൂർക്ക കൃഷി. വരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും കൃഷിഭവൻ്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ടാണ് വരവൂരിലെ 26 JLGകൾ 66 ഏക്കറിൽ കൂർക്ക കൃഷി ചെയ്തു വരികയാണ്. ഈ കഴിഞ്ഞ ഓണത്തിനാണ് അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം ഞങ്ങൾ നടത്തിയത്. തീർച്ചയായിട്ടും ഇനിയും ഈ മാസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ കൂർക്കയുടെ വിളവെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായിക്കൊണ്ട് കൂർക്ക കൃഷിയുടെ വിപണനം ഒരുക്കുകയാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ചുരുക്കം ചില ഗ്രാമങ്ങൾ മാത്രമാണ് നമ്മുടെ കൂർക്ക കൃഷി ഏറ്റെടുത്തുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീയിലൂടെ ഈ കൃഷി ഏറ്റെടുത്തുള്ളത് വരവൂർ കുടുംബശ്രീയാണ്. സാധാരണ വൃശ്ചിക മാസത്തിലാണ് നാട്ടിൻപുറങ്ങളിൽ കൂർക്ക കൃഷി വിളവെടുപ്പ് തുടങ്ങുക. എന്നാൽ വരവൂർ കൂർക്ക വിളവെടുപ്പ് കഴിഞ്ഞ് വിപണിയിലെത്തി. കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്കാണ് സീസണിൽ പ്രധാനമായും കൂർക്ക കയറ്റിപ്പോകുന്നത്. സീസണിൽ 5 മുതൽ 10 ലോഡ് വരെ കയറ്റുമതിയുണ്ട്. കൂടാതെ വിദേശത്തേക്ക് വരെ വരവൂർ ഗോൾഡ് കയറ്റുമതി ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ കിലോയ്ക്ക് 100 രൂപ ലഭിച്ചിരുന്ന കൂർക്ക വ്യാപകമായി വിളവെടുപ്പ് ആരംഭിച്ചതോടെ 65 രൂപയായി. കഴിഞ്ഞ വർഷം 25 ലക്ഷം രൂപയുടെ കൂർക്കയാണ് വരവൂരിൽ നിന്ന് വിറ്റഴിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുപ്പിവെള്ളവും മറ്റ് ശീതളപാനീയങ്ങളും കുടിച്ച് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ അടപ്പുകൊണ്ട് ഷൊർണൂർ മഹർഷി വിദ്യാമന്ദിറിലെ വിദ്യാർത്ഥികൾ സൃഷ്ടിച്ചത് മനോഹരമായ കഥകളി ചിത്രം. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഈ കലാസൃഷ്ടിയിലേക്ക് നയിച്ചത്. +2 ബയോമാക്സ് വിദ്യാർത്ഥികളായ KJ ജീവൻ, അമൽ ആനന്ദ്, AC അജിത് കൃഷ്ണൻ, V സഞ്ജയ്, P വിഷ്ണു, നിവേദ് P അനിൽ, PS പൂജ, മിത്ര മനോജ് എന്നീ 8 പേരടങ്ങുന്ന സംഘമാണ് ഈ പ്രയത്നത്തിന് പിന്നിൽ. ഒരു മാസത്തെ അധ്വാനത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു കലാസൃഷ്ടി ഒരുക്കിയത്. സ്കൂളിൽ ഒഴിവുനേരങ്ങൾ കണ്ടെത്തിയായിരുന്നു പ്രവർത്തനം. 4000-ഓളം പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹായത്തോടെയാണ് അടപ്പുകൾ ശേഖരിച്ചത്. 5 അടി ഉയരവും 5 അടി വീതിയും കലാസൃഷ്ടിക്കുണ്ട്. കൃത്യമായ വലിപ്പത്തിൽ ബോർഡുണ്ടാക്കി അതിൽ ചിത്രം വരച്ച ശേഷം അടപ്പുകൾക്ക് നിറം നൽകി ഒട്ടിക്കുകയായിരുന്നെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 1.5 മാസത്തോളം ഈ കലാരൂപം ഉണ്ടാക്കണതിൽ നിക്ഷേപിച്ചിരുന്നു. പിന്നെ അപ്രോക്സിമേറ്റ്ലി 3500 സംതിങ് ബോട്ടിലടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ആദ്യം ഇത് തുടങ്ങിയത് ഒരു ബോർഡ് വെച്ചിട്ട് അതിലാദ്യം ഇതിൻ്റെ ഒരു റഫ് മോഡൽ വരച്ചു. പിന്നെ അതിൻ്റെ മേലെ കുപ്പിയുടെ അടപ്പ് ഓരോന്ന് കളർ ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ 3 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഞങ്ങൾ ഈ അടപ്പുകൾ ശേഖരിച്ചത്. ഞങ്ങളുടെ ഈ ആർട്ടിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആസ്വദിക്കാനും അതേ സമയത്ത് ചിന്തിപ്പിക്കാനും കഴിയുന്ന ഒരു ആർട്ടാണ്. പ്രയത്നത്തിന് അധ്യാപകരുടെ സഹായവും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര IAS സ്കൂളിലെത്തി ചിത്രം കാണുകയും അജൈവ മാലിന്യങ്ങളിൽ നിന്ന് മനോഹരമായ കലാസൃഷ്ടിക്ക് രൂപം നൽകിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം ഒരുങ്ങുന്നു. വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. ഓങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്തായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓങ്ങല്ലൂർ യൂണിറ്റിന് പുതിയ ഓഫീസ് സമുച്ചയം വരുന്നത്. ദീർഘകാലത്തെ ആവശ്യമാണിത്. SBI ശാഖയ്ക്ക് എതിർവശത്തായി 6 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി വ്യാപാര ഭവൻ എന്ന പേരിലാണ് കെട്ടിടമുയരുക. ഓഫീസ് റൂം, മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടായിരിക്കും. വ്യാഴാഴ്ച രാവിലെ വ്യാപാര ഭവന്റെ ശിലാസ്ഥാപനം KVVES ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നിർവഹിച്ചു. സൂചിപ്പിച്ച പോലെ ഒരു സംഘടനയെയും ഒരു പ്രസ്ഥാനത്തെയും കൂട്ടായ്മയും ഒക്കെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനത്തിൻ്റെ
രീതികളെ വെച്ച് നോക്കുമ്പോൾ ആ സംഘടന ഏറ്റെടുക്കുന്ന ഏറ്റവും മികച്ച പ്രവർത്തനം അതിലൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുക എന്നതാണ്. ആ അർത്ഥത്തിൽ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ചരിത്രം നിലനിൽക്കുന്നിടത്തോളം കാലം ഓങ്ങല്ലൂർ യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ള ഈ പ്രദേശം ഏറ്റെടുത്ത വ്യാപാരി പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനമെന്ന് ചരിത്രം അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സെയ്തു വരമംഗലത്ത് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ടി പി രജീഷ്, മുൻ DMO ഡോക്ടർ വേണുഗോപാൽ, മുസ്തഫ മുളയങ്കാവ്, മുസ്തഫ വല്ലപ്പുഴ, KP റസാഖ്, സിദ്ദിഖ് പത്രാസ്, M രവി, ഷാജി കൊപ്പം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ KDSന്റെ നേതൃത്വത്തിൽ പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യപ്രദർശനമേള സംഘടിപ്പിച്ചു. ഭക്ഷ്യമേള മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് മുട്ടയും ചിക്കനും അങ്ങനെ പുതിയ ഐറ്റംസ് ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാവരും ഇഷ്ടം. പക്ഷെ അതിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള പോഷക ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കുട്ടികളും അറിയുന്നില്ല, രക്ഷിതാക്കളായ നമ്മളും അറിയുന്നില്ല. നമുക്കും എന്താണെന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നതിനെടുപ്പം വേഗം വാങ്ങിയ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ നമുക്കും പണിയെടുക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക്, അതായത് ഇന്നത്തെ ജീവിത സാഹചര്യമാണ് നമ്മൾ അങ്ങനെ എത്തിച്ചത്. അപ്പം ആ നിലയിലേക്ക് നമ്മൾ ഓരോ ആളുകളും മാറി. പക്ഷെ അംഗൻവാടി ജീവനക്കാർ തയ്യാറാക്കിയ മായം കലരാത്ത ഭക്ഷ്യപദാർത്ഥങ്ങളാണ് മേളയിൽ ഒരുക്കിയത്. പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ VM അൻവർ സാദിഖ്, B സരിത തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ P നളിനി സ്വാഗതവും ശ്രീദേവി നന്ദിയും പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികളിൽ നിന്നും തയ്യാറാക്കിയ പോഷകാഹാര ഭക്ഷ്യങ്ങളുടെ പ്രദർശനവുമുണ്ടായി. മായം കലരാത്ത വിവിധതരം പച്ചക്കറി എത്തിച്ച് പച്ചക്കറി കൊണ്ട് വേറിട്ട പൂക്കളവും ഹാളിൽ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. K രാധാകൃഷ്ണൻ MPയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് ചേലക്കര അന്തിമഹാകാളൻകാവ് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. നമ്മുടെ അന്തിമഹാകാളൻകാവിനോടനുബന്ധിച്ച് ചേർന്നൊരു ഹൈമാസ് ലൈറ്റ് ആവശ്യമാണ്. അപ്പം അതിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചത്. അത് സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലിൽ അധ്യക്ഷനായി. സംഘാടക സമിതി കൺവീനർ സുരേഷ്, ദേവസ്വം ഓഫീസർ ഹരിചന്ദ്, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പരമേശ്വരൻ മാസ്റ്റർ, ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മായ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺ കാളിയത്ത്, വാർഡ് മെമ്പർ അസനാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എരിശ്ശേരി വിശ്വനാഥൻ, സമിതി ഭാരവാഹികളായ മുരളി, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം CEOA സംസ്ഥാന രക്ഷാധികാരി ചന്ദ്രമധു കുറ്റിച്ചൽ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് SB ഷബീർ അധ്യക്ഷനായി. ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി ജിതീഷ് സ്വാഗതം ആശംസിച്ചു. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമീർ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ അനിൽ പൗടിക്കോണം, വിജയൻ അമ്പലപ്പാറ, റഷീദ്, SK സുരേഷ്, സിയാബ്, സിദ്ദിഖ്, അഷ്റഫ് വല്ലപ്പുഴ, ജോർജ് തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒറ്റപ്പാലം മേഖലാ ട്രഷറർ ജോർജ് പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂരിൽ ദാമോദര പണിക്കർ അനുസ്മരണവും സ്മൃതി പുരസ്കാര സമർപ്പണവും നടന്നു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് ദാമോദര പണിക്കർ സ്മൃതി പുരസ്കാരം നേടിയ ജീവകാരുണ്യ പ്രവർത്തകൻ T സത്യനാഥന് TK നാരായണദാസ് സ്മൃതി പുരസ്കാരം സമർപ്പിച്ചു. പരിപാടിയിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ബീനാർ ചന്ദ്രനെയും അനുമോദിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് KM വാസുദേവൻ അധ്യക്ഷനായ പരിപാടിയിൽ അജിത് കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. P നാരായണൻ, M രാമചന്ദ്രൻ, AM നാരായണൻ, AN നീരജ്, ശ്രീജ ആറങ്ങോട്ടുകര, MT കൃഷ്ണനുണ്ണി തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അവാർഡ്, ശക്തി അവാർഡ്, ഒരിക്കൽ പട്ടാമ്പി അതിന് ആതിഥ്യമരുളുകയുണ്ടായി. അന്ന് ദാമോദര പണിക്കർ അതിൻ്റെ സംഘാടനത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ആ കാലത്ത് പ്രവർത്തിച്ചത്.
സാംസ്കാരിക മേഖലയിലും അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നു. എന്നെ പോലെ തന്നെ അദ്ദേഹവും പിന്നീട് ഈ നാട്ടുകാരനായതാണ്. ടി സത്യനാഥൻ മറുപടി പ്രസംഗവും നടത്തി. MP ഗോപിനാഥൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ സ്വർണ്ണ കവർച്ച അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മോഷ്ടാക്കളെത്തിയ കാറുകളുടെ നമ്പറുകൾ വ്യാജമെന്ന് കണ്ടെത്തി. സംഘം തട്ടിയെടുത്ത സ്വർണ്ണ വ്യാപാരിയുടെ കാർ പുത്തൂരിന് സമീപം വർക്ക്ഷോപ്പിൽ ഉപേക്ഷിച്ച നിലയിൽ. ദേശീയപാതയിലെ കുതിരാന് സമീപം സ്വർണ്ണ വ്യാപാരിയെയും സുഹൃത്തിനെയും ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്നത് കഴിഞ്ഞ ദിവസം. ഇറിഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കയ്പമംഗലത്ത് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതികൾ പിടിയിൽ. പോക്സോ കേസിൽ പോലീസ് SI അറസ്റ്റിൽ. തൃശൂരിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ അറസ്റ്റിലായത് ഗ്രേഡ് SI ചന്ദ്രശേഖരൻ. 14-കാരനു നേരെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ മദ്രസ മുൻ അധ്യാപകന് 35 വർഷം കഠിന തടവും 5.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചേലക്കരയിൽ ലൈംഗികാതിക്രമം സംബന്ധിച്ച വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. 4 കിലോ കഞ്ചാവുമായി മലപ്പുറം സ്വദേശിയായ യുവാവ് പിടിയിൽ. പട്ടാമ്പിയിൽ MDMAയുമായി ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ. 6 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. പെരുമ്പിലാവ് അറക്കലിൽ ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച 15 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് ചാലിശ്ശേരി സ്വദേശി അജിതന്റെ മകൻ അതുൽ കൃഷ്ണ. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ മിനി ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് കുട്ടികൾ ഉൾപ്പെടെ 6 പേർക്ക് ഗുരുതര പരിക്ക്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് വിശ്വാസയോഗ്യമായിരിക്കണമെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ആദ്യ റിപ്പോർട്ട് പുറത്തുവരണം. പൂരം വിഷയത്തിൽ യൂത്ത് ലീഗ് നടത്തിയ തൃശൂർ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടി ആരോപിച്ച് പാലക്കാട്ട് FSETO ധർണ. പശുവിന് നൽകുന്ന പരിഗണന പോലും കേന്ദ്ര സർക്കാർ മനുഷ്യന് നൽകുന്നില്ലെന്ന് ഇടത് സർവീസ് സംഘടനാ നേതാക്കൾ. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ്. കേരളത്തിൽ പെൻഷൻ മാത്രമല്ല കുടിവെള്ളം പോലും മുടങ്ങുന്ന സ്ഥിതിയെന്ന് പെൻഷനേഴ്സ് കോൺഗ്രസ് ജില്ലാ സമ്മേളനം. വാഹന പാർക്കിംഗിന് സൌകര്യമില്ലാത്തത് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെത്തുന്നവരെ വലയ്ക്കുന്നു. ഏക്കർ കണക്കിന് വരുന്ന ആശുപത്രി വളപ്പിൽ പാർക്കിംഗിന് മാത്രം ഇടമില്ല. വാഹനങ്ങൾ നിർത്തിയിടുന്നത് ആശുപത്രിക്ക് മുന്നിലെ ഇടുങ്ങിയ സംസ്ഥാന പാതയോരത്തും TV റോഡിലും. നഗരസഭ ഇടപെട്ട് ആശുപത്രിക്ക് അധികം അകലെയല്ലാതെ പേ പാർക്കിംഗ് സൌകര്യമെങ്കിലും ഒരുക്കണമെന്ന ആവശ്യം ശക്തം. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ലിറ്ററേച്ചർ ഫെസ്റ്റിന് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ദീപ്തമായ തുടക്കം. കലയും സാഹിത്യവും ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമെന്ന് പത്മശ്രീ പെരുവനം കുട്ടന്മാര. ജീവിതചക്രത്തിൽ ഏറ്റവുമധികം ഓർക്കപ്പെടുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമെന്നും പെരുവനം. ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി. 4169 ചതുരശ്രയടി വിസ്തൃതിയുള്ള കെട്ടിടം നിർമ്മിച്ചത് VK ശ്രീകണ്ഠൻ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ. ഇലക്ട്രിക്കൽ വർക്കുകൾ കൂടി പൂർത്തിയാക്കി ഉടൻ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. ആരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ഡയാലിസിസിന് സൌകര്യമൊരുക്കാൻ പരിശ്രമം ആരംഭിച്ചതായും ചെയർമാൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.